എത്തിക്കാൻ ഒരുപാട് വൈകിപ്പോയി. എങ്കിലും ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു. പക്ഷേ ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം വാർന്നുപോയി. അതുകൊണ്ട് സിന്ധുവിന്റെ ജീവിതം ഇനി കിടക്കയിൽ തന്നെയാവും. അനങ്ങാനോ മിണ്ടാനോ കഴിയാതെ കോമ സ്റ്റേജിൽ. യു ആർ വെൽ എഡ്യൂക്കേറ്റഡ്. അതുകൊണ്ട് മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. എന്തെങ്കിലും ഒരു മിറക്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ലാതെ വൈദ്യശാസ്ത്രത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ദിവ്യഭക്ഷണം കഴിക്കാഞ്ഞതിലാണോ നമുക്ക് ആനന്ദം ലഭിക്കാത്തത്? ആരോടായി സംശയം ചോദിക്കുക? സ്വാമിക്കിപ്പോ നമ്മുടെ മുഖം കാണുന്നത് തന്നെ ചതുർത്ഥിയാ. കഴിച്ചു നോക്കാം, ചിലപ്പോ ആനന്ദം ലഭിച്ചേക്കും. അവിടെ വെക്ക ആ സ്ത്രീകരം. നിനക്കെന്താ കുക്കുരം ഇരിക്കുന്നത് കാര്യം? മഹാഗുരുവിന് മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ എന്ന് നിനക്കറിയില്ലേ? നോമും ഒരു മഹാഗുരു ആയി എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. മൂലക്കുരുവായിരിക്കും. നിനക്കും ഈ കുക്കുരം ആഹരിക്കണം അല്ലേ? അതെ സ്വാമി. എന്നാൽ കേട്ടോ, ഈ കുക്കുരത്തെ നീ എന്തു ചെയ്യുന്നുവോ അത് തന്നെ നിന്നെ നാമും ചെയ്യും. നോം കോഴിയെ ഭക്ഷിച്ചാൽ നിന്നെ ഞാൻ ഭക്ഷിക്കും. എന്നാ പിന്നെ കാല് മാത്രം ഭക്ഷിച്ചാൽ? നിന്റെ കാല് മാത്രം നാം ഭക്ഷിക്കും. അയ്യോ, അപ്പൊ ഞാൻ കൈ മാത്രം ഭക്ഷിച്ചാലോ? നിന്റെ രണ്ട് കൈയും നാം ഭക്ഷിക്കും. അപ്പൊ ഈ കോഴിയെ നോം എന്ത് ചെയ്യുന്നു അത് തന്നെ സ്വാമി നമ്മയും ചെയ്യുമെന്നോ? അതെ, നീ കോഴിയെ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ നിന്റെ ദേഹത്ത് നാമും ചെയ്യും. അയ്യോ, അതിപ്പോ എങ്ങനെ ഇപ്പൊ? വാക്ക് പാലിക്കു സ്വാമി, നമ്മയും ചെയ്യൂ. ഓഹോ, അങ്ങനെയോ? അത്രയ്ക്കായില്ലേ? ശരി, പണി തരാം. അവന് സംശയം. ഓഹോ, ഇതാട്ടോ വീറ്റിംഗ് അല്ലല്ലോ, അപ്പൊ ചീറ്റിംഗ് ആണല്ലേ? അതെ സാർ, തൂക്കിയെടുത്ത് അകത്തത്. ഭക്തരെ, ഇനി മുതൽ നാമാണ് യഥാർത്ഥ സന്യാസി. അനുഗ്രഹം വേണ്ടവർ നമ്മെ കണ്ടു വാങ്ങിക്കോളൂ. നീയും കൂടി ചേർന്നിട്ടല്ലടാ എല്ലാരും പറ്റിച്ചത്. സ്റ്റേഷനിലേക്ക്. അയ്യോ, കാര്യം ഞങ്ങൾ ഏറ്റു സാറേ. അങ്ങനെ തന്നെ വേണം. ഒറ്റുകാർക്കുള്ള ശിക്ഷ ഇത് തന്നെ. കൊടുക്ക് കൊടുക്ക്, നല്ലോണം കൊടുക്ക്. നീ കൈയോട് പാലത്തിലടാ, നീച്ചോന്റെ പൂപ്പോടാ. For more updates, like, comment, subscribe to our channel.